വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ നിന്നൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് ചെയ്യാം, എൻ്റെ കലാവിരുദ്ധകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനിയും ഇത് രണ്ട് ദിവസമാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവന് ഇന്ന് ഇൻട്രോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്കെന്നാൽ നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഞാൻ വലിയ ചാർട്ടായിരുന്നു. അപ്പോൾ ചാർട്ടൊക്കെ ഞാൻ ചെറിയ പീസാക്കി വേണ്ടുന്നത്ര ഒരു കുഞ്ഞ് ഷേപ്പിലൊക്കെ വെട്ടിയെടുത്ത്, ചെറിയ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുത്ത് ബോർഡർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ച് അതിന് മണ്ടിൽ കൂടെ വീണ്ടും സ്കെച്ച് കൊണ്ട് വരയ്ക്കുകയാണ്. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇതൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ അങ്ങ് ഉണ്ടാക്കും. കൂട്ടിയൊക്കെ നമ്മളെന്തെങ്കിലും ഇത് ചെയ്യും. വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് അമ്മയായിരുന്നു ഇങ്ങനെ വരയ്ക്കുകയും കളർ ചെയ്ത് തരുകയും ചാർട്ടിലൊക്കെ ചെയ്ത് തരുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കറിഞ്ഞുകൂടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ ടീച്ചറെ ക്ലാസ്സിൽ വന്ന് ചോദിക്കും, ഇപ്പോൾ ആർക്കാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കല്ലെങ്കിൽ ഒരു സ്പീച്ച് ചെയ്യാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം പൊങ്ങിയിരിക്കുന്നത് എനിക്കതൊന്നും പ്രൊജക്റ്റ് അങ്ങനെ വരയ്ക്കാൻ അറിഞ്ഞുകൂടാ, അല്ല ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും ഞാനങ്ങ് പൊങ്ങി. എനിക്കറിയാത്ത എന്തുവാണ് ഞാൻ അങ്ങ് എണ്ണിക്കും. പിന്നെ എങ്ങനെയൊക്കെ അത് തട്ടിക്കൂട്ടി കൊണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ ആവറേജ് ഒരു നല്ല ആവറേജ് ചെയ്തായിരിക്കും, നല്ല കാണാൻ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ല. എനർജി എന്ന് പറയുന്നൊരു തീമിലാണ് ഞാൻ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഈ പിക്ചറിൽ കാണുന്ന പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടി ഇവർ നിന്ന് സേവ് എനർജി, ഈ വേൾഡ് എനർജി ഡേ February 14 ആണെന്നറിയാം. പക്ഷേ ഇവർ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് പിടിയില്ല. പക്ഷെ ചെയ്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതിന് ഞാൻ അങ്ങനെ തന്നെ എക്സാക്റ്റ് അല്ല ലുക്ക് തന്നെ വരുമൊന്നും ഉറപ്പില്ല. പക്ഷേ എങ്ങനെ ഇതൊക്കെ അങ്ങ് തട്ടിക്കൂട്ടി വരയ്ക്കണം. അങ്ങനെ അവസാനത്തെ ലുക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വരച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 5 പേരാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, പോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടേന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ എണ്ണിച്ചില്ല, പിന്നെ ആരും എണ്ണിക്കാതെ നിന്നപ്പോൾ ഞാൻ എണ്ണിക്കുന്നത് കണ്ട് ബാക്കിയുള്ളവർ എണ്ണിച്ച്. ആദ്യം ഒരു കൊച്ച് എണ്ണിച്ച് എങ്ങനെയൊക്കെയോ മടിച്ച്. പക്ഷെ ഫുള്ള് ഗേൾസ്, ബോയ്സ് ആരും എണ്ണിച്ചില്ല. ബോയ്സൊക്കെ ഭയങ്കര മടിയെന്ന് തോന്നുന്നു. ഗേൾസ് മാത്രമേ എണ്ണിച്ചുള്ളൂ. 4 പേര് മതി മാക്സിമം, പക്ഷേ 5 പേരുണ്ട്. ആദ്യം ടീച്ചർ എന്ന് പറയുന്നത് 5 എന്നാണ്. ഇപ്പോൾ ടീച്ചർ ബോയ്സിനെ കളിയൊക്കെ അയ്യേ ഗേൾസ് മാത്രമേ ഞാൻ ചെയ്തോളൂ, പിന്നെ നിങ്ങളൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ ടീച്ചർ ബോയ്സിനെയൊക്കെ. പിന്നെ ഞാൻ നടുക്ക് ഒരു എർത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. മഴയത്ത് പക്ഷേ കാറ്റുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം കാറ്റടിച്ച് വെള്ളം നമ്മുടെ ഷെഡിൻ്റെ അകത്തോട്ട് വെള്ളം വീഴും. പിന്നെ ആ ചാട്ടൊക്കെ നനഞ്ഞ് പേപ്പറൊക്കെ നനഞ്ഞ് കുളമാകും. അതുകൊണ്ട് കാറ്റുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ കാറ്റൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചാറ്റൽ മര, പിന്നെ അത് വലിയ മര. ആദ്യം വലിയ മരയായിരുന്നു, പിന്നെ അത് ചാറ്റൽ മരയായി, പിന്നെ ചെറിയ തോന്നി നിൽക്കുകയാണ്. അകത്ത് കറണ്ടില്ല, ഞാൻ അകത്ത് നിന്ന് ചെയ്യത്തുള്ളായിരുന്നു. അകത്ത് കറണ്ടില്ലായിരുന്നു ആ സമയത്ത്.
നോക്കി കളർ ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനിത് വരച്ച് ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ കൊണ്ട് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ട്യൂഷന് പോകാൻ സമയമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഫുഡ് ട്യൂഷൻ അങ്ങ് പോയത്. പിന്നെ തിരിച്ച് ഞാൻ വന്നിട്ട് കളർ വാങ്ങിച്ചിട്ട്, കളർ എനിക്ക് ഈ സ്കെച്ച് മാത്രമുള്ളത്, ഈ സാധനം എനിക്കില്ലായിരുന്നു. ക്രയോൺ ഇതല്ലേ ഉദ്ദേശിച്ചത്, ഞാനൊരു ഓയിൽ പേസ്റ്റ് കളർ മാത്രമുള്ളത് ബ്ലെൻഡ് ചെയ്യാവുന്ന കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് വാങ്ങിച്ചു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ കളർ പോയി പിന്നെ വാങ്ങിച്ചു വന്ന് കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിനി ഇത് സേവ് എനർജി എന്ന് പറയുന്ന ടീമിലൊരു പോസ്റ്ററാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 5 പേര് ചെയ്യണം. ഞാനങ്ങ് പിന്നെ ഒരു ന്യൂ ഈ ടീച്ചർമാരുടെ ഇടയ്ക്ക് ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ എല്ലാത്തിനും അങ്ങ് ചേർന്നു. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ എസ് എഴുതണമായിരുന്നു എൻവയോൺമെൻറ്റ് ഡേയിൽ. ഞാൻ ഒന്നും നോക്കാതെ പോലെ റിസൾട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ചുമ്മാ പേപ്പർ പേപ്പർ എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നു എനിക്ക് പേപ്പർ. ഞാനങ്ങനെ കുറച്ച് എഴുതി. അതിനി അടുത്ത വെനസ്ഡേയിൽ അസംബ്ലിക്ക് അങ്ങനെ പറയുമായിരിക്കും ഞാൻ തോറ്റോ ജയിച്ചോന്ന്. ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ എന്നെക്കാട്ട് വന്നിട്ട് എല്ലാം അറിയാവുന്ന കുറേ പേരുണ്ടല്ലോ. കാരണം +2 8 മുതൽ +2 10 11 12 അത്രയും ക്ലാസ്സൊക്കെ ഇല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഇടുന്ന് പൊങ്ങിയ തന്നെ. അപ്പോൾ ഞാനിനി പെട്ടെന്ന് വൈകിപ്പിക്കാതെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കളർ ഇത് സേവ് എനർജി എന്ന് പറയുന്ന തീമാണ്. ഇത് സോളാർ എനർജി, ഇത് ലൈറ്റിനെ പറ്റിയിട്ടുള്ളത്, ഇത് വിൻഡ് എനർജി, ഇത് വേസ്റ്റ്. ഇങ്ങനെ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ. ഞാൻ അപ്പം എനിക്കിന്ന് കൂട്ടിന് മിക്കുണ്ട് ഗൈസ്. മിക്കു എൻ്റെ വഴിയൊക്കെ കണ്ടുപിടിക്കുക ഇങ്ങനെ. അല്ലേ മിക്കു? ഇവിടെ തനിക്ക് ഇന്നലെ മഴ പെയ്തപ്പോഴത്തെ കയറിയെന്ന് വരവിൻ തോന്നുന്നു. അവിടെ കിടക്കാൻ നോക്കി എൻ്റെ കുഞ്ഞെ വീഴേ. നീ കളർ കാണിക്കണം. മോളെ മൊബൈലിൽ എടുത്തിട്ട് വാഷ്മി ഫോണിൽ എടുത്തിട്ട് ആക്കിച്ചിരിക്കുന്നത്. അതിൽ കളർ നോക്കിയാണെങ്കിൽ വരയ്ക്കാൻ ഈ കളർ നോക്കില്ല. ഭൂമിയുടെ കളറല്ല ഉദ്ദേശിച്ചത്. ഭൂമിയുടെ കളർ എനിക്കും അറിയാം എന്തൊക്കെയായിരിക്കും. ഇതിന് കളറ് ചേച്ചി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഷ്മിക്കും വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ആഷ്മി സേവ് തീർത്ത് വരച്ചിട്ടേക്കുന്നുണ്ട്. സ്കൂളിൽ വരച്ചത് ആഷ്മിക്ക് ഫസ്റ്റ് ഉറപ്പ്. ഞാൻ എന്റെ ഫിനിഷായി. എനിക്ക് വരയ്ക്കണമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ എന്തൊക്കെയൊക്കെയോ ഞാനങ്ങ് വരച്ച് വെച്ച് ചക്കാൻ മതി. എനിക്ക് ആഷ്മിയുടെ ഇഷ്ടപ്പെട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണം. എനിക്ക് ആഷ്മിയുടെ അവിടെ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. കണ്ടോ ഡയറക്റ്റ് ആയിട്ടൊരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്നോ എന്ത് ഇങ്ങനെ വേണം കേട്ടോ. വരച്ചു കഴിഞ്ഞോ? അപ്പോൾ ഗൈസ് ഞാനിതെല്ലാം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത്ര വലിയ പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും എനിക്ക് അറിയാവുന്ന പോലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. എനിക്ക് വരയ്ക്കാൻ എനിക്കിങ്ങനെ എന്നുവെച്ചാൽ വരയ്ക്കാൻ അറിയാം. പക്ഷെ ഇങ്ങനെയായിട്ട് വരയ്ക്കാൻ വെച്ചാൽ ഇങ്ങനെ കളറൊക്കെ അടിച്ച് വരയ്ക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ വരയ്ക്കുകയും ചെയ്യും. പക്ഷേ ഇത് എനിക്ക് ഉദ്ദേശിച്ച കളർ ഇട്ടാൽ എനിക്ക് ദൂരെയൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഓയിൽ പേസ്റ്റ് ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഇത് ഞാൻ അത്യാവശ്യം ബ്ലെൻഡൊക്കെ ചെയ്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ ഇത്രയുള്ള ഇത് സോളാർ എനർജിയെ പറ്റിയിട്ടുള്ളതാണല്ലോ. സോളാർ എനർജി ഇത് ലൈറ്റിനെ പറ്റിയിട്ടുള്ള ലൈറ്റ് വേസ്റ്റ് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ വേസ്റ്റ് എപ്പോഴും അങ്ങനെ എന്നുവെച്ചാൽ നമ്മൾ റിഡ്യൂസും റീസൈക്കിളൊക്കെ ചെയ്ത് ഉപയോഗിക്കാൻ. വേസ്റ്റ് നമ്മൾ ഒന്ന് കേടാകുമ്പോഴത്തേനൊക്കെ നമ്മൾ എടുത്ത് കളയത്തില്ല. അതൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്കൊക്കെ ഇത് കാറ്റാടി യന്ത്രമല്ലേ അങ്ങനെയല്ലേ സാധനം, വിൻഡ് എനർജി. അപ്പോൾ ഇത്രയേ ഉള്ളു. അതാണ്ടേ ഞാനിവിടെ ഇരുന്ന് വരയ്ക്കുന്നത് കണ്ട് ഒഴുത്തിരുന്ന് വരച്ചാണ്. ഓ ഇതില് ഗിഫ്റ്റ് മാതിരികള് ഓ എന്നാ കണ്ണു മൂക്ക് വായു എല്ലാം ഉണ്ടല്ലോ. അയ്യോ എൻ്റെ പേര് എഴുതാ എൻ്റെ പേര് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ പേരെഴുത്. അല്ല എൻ്റെ കൈ ഇഷ്ടം കാണിച്ചത് ബൈ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ? പക്ഷെ ഇതല്ല എൻ്റെ ശരിക്കുള്ള ഹാൻഡ് റൈറ്റിംഗ്. അതെൻ്റെ നോട്ട്ബുക്ക് എടുത്ത് വെച്ച് നോക്കണം. ക്ലാസ് കൂടെ എടുത്തേക്കാൻ ചുമ്മാ സ്കെച്ച് വെച്ച് എഴുതുകൊണ്ടാണ് കുറച്ച് പെർഫെക്ഷൻ ഇല്ലാതായി പോയത്. അപ്പോൾ ഇത്രയുള്ള ഇതിന് ഞാൻ കൊണ്ട് കൊടുക്കണം. എനിക്ക് അറിഞ്ഞൂടെ ഇവർ എന്തിനും ഇത് ചെയ്യാൻ പറഞ്ഞത്. കാരണം ഇത് ഓൾറെഡി ഒടിഞ്ഞിരുന്ന ഇരുന്ന കൊരണ്ടി സേവ് ചെയ്ത എനർജി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഓൾറെഡി ഒടിഞ്ഞിരുന്നയാ. പിന്നെ അയ്യോ ഞാൻ പറഞ്ഞു അന്നേരം ചെറിയ കസേര എടുത്തിട്ട് ഇരിക്കുന്നത് ഒടിഞ്ഞിരിക്കുവാൻ. ഇത് അവിടെ കിടന്ന് ഒടിഞ്ഞ സാധനമായിരുന്നു. പക്ഷെ ഞാനിരുന്ന് ഒടിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടിട്ട് നനഞ്ഞായിരുന്നു. അത് ഇട്ടപ്പോ ഒടിഞ്ഞു. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതല്ലേ? നനഞ്ഞ് ഇത് ഇതായി പോയത് പണ്ടങ്ങാട് ഉണ്ടാക്കിയതാ. അതാ എനിക്ക് എന്തോ വീരാൻ പോകുന്നൊരു സെൻസേഷൻ. അതെ അപ്പൊ ശരിയായിരുന്നു. ഇത്രയേ ഉള്ളു. അപ്പോൾ ഈ വീഡിയോ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളു. പക്ഷെ 2 ദിവസം എടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് പ്രൊജക്റ്റ് പോസ്റ്റ് ഉണ്ടാക്കാൻ. ട്യൂഷനൊക്കെ പോകണ്ടല്ലോ, കളറില്ലായിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.